കൊട്ടാരക്കരയുടെ ശബ്ദം ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമുക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ. അത് മറ്റാരുമല്ല, ഷിജു പടിഞ്ഞാറ്റിൻകര. സ്വാഗതം ചേട്ടൻ. നമസ്കാരം. ഇപ്പൊ നമ്മൾ മലപ്പുറത്ത് ഒരു ഷൂട്ടിന് പോയായിരുന്നു. ആക്ച്വലി മലപ്പുറത്ത് ഷൂട്ടിന് പോയപ്പോൾ നമ്മൾ എവിടുന്നാണെന്ന് ചോദിച്ചു, കൊട്ടാരക്കര എന്നാന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ അവര് നമ്മുടെ ആദ്യം ചോദിച്ചത് ഷിജു പടിഞ്ഞാറ്റിൻകരയുടെ ആൾക്കാരാണെന്നോ മലപ്പുറത്ത് പോയപ്പോൾ ചോദിച്ചത്. മലപ്പുറത്ത് പോയപ്പോൾ ഇപ്പൊ നോർമലി പണ്ട് ഈ കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ ബാലകൃഷ്ണനുള്ള സാർ അവരുടെയൊക്കെ പേരിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ ഷിജു പടിഞ്ഞാറ്റിൻകരയുടെ നാട്ടിൽ നിന്നാണോ വരുന്നത്? അത്തരത്തിൽ ചോദ്യം ഉണ്ടായി തുടങ്ങി. എങ്ങനെയാണ് അത് കാണുന്നത്? എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? വളരെയേറെ അഭിമാനം തോന്നുന്നു. എന്തായാലും ഈ ഒരു ചോദ്യം ആദ്യം തന്നെ നമ്മളെ ചാനലിൽ കാണിക്കുകയാണെങ്കിൽ നല്ല കമന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യം പോലെ വരും. ഞാൻ വെറുതെ പറഞ്ഞല്ല, മലപ്പുറത്ത് നമ്മൾ ഇലക്ഷന്റെ പരമായിട്ടുള്ള ഷൂട്ടിന് പോയപ്പോൾ ഞങ്ങളോട് ചോദിച്ച ചോദ്യമാണ്. വളരെയേറെ സന്തോഷമുണ്ട്. കാര്യം നമുക്ക് ഒരുപാട് ആളുകൾ നമ്മളെ വാർത്ത കണ്ടുകൊണ്ട് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് മാത്രമല്ല പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളെ വാർത്ത ഏറ്റവും കൂടുതൽ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് പ്രവാസികളാണ്. നമ്മൾ ഈ മഴയുടെ ലൈവൊക്കെ കാണുന്നുണ്ടല്ലോ, അതുപോലെ കാര്യങ്ങളൊക്കെ പ്രവാസികൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അവർക്കത് വലിയൊരു കാര്യമാണ്. അവരെന്ന് വൈകുന്നേരം നമ്മളെ ലൈവ് കണ്ടിട്ട് നമ്മളെ വിളിച്ചിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും, ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും. നാട്ടിലെ കാര്യങ്ങൾ അപ്ഡേറ്റ് അറിയാൻ പറ്റുന്നുണ്ടോ? അപ്ഡേറ്റ് ആയിട്ട് അറിയാൻ പറ്റും. അത് നമ്മളൊരു നാടൻ സ്റ്റൈലിലാണ് വാർത്തകൾ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ വാർത്തയല്ല, വ്ലോഗ് എന്ന് തന്നെ പറയാം. കാര്യം നമ്മൾ എല്ലാത്തരം സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. ഹോട്ടലിൻ്റെ റിവ്യൂ ഇടുന്നുണ്ട്, ഫുഡിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ട്രാവൽ വ്ലോഗ് ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മൾ കണ്ണി കാണുന്ന കാര്യങ്ങളെല്ലാം ലൈവാണ് കൂടുതൽ ചെയ്യുന്നത്. വീഡിയോ ചെയ്യുന്നത് വളരെ കുറവാണ്. ഞാൻ എന്ത് കാണുന്നു അത് നാട്ടുകാരെ കാണിക്കുന്നു, ജനങ്ങളെ കാണിക്കുന്നു എന്നുള്ളതാണ് ആ ലൈവിൻ്റെ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അത് വർക്കൗട്ട് ആവുന്നുണ്ട്. കാര്യം ഡെയിലി എനിക്ക് നല്ല ഫോളോവേഴ്സ് നമ്മളെ ചാനലിലേക്ക് വരുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് കമൻറ്റ് ചെയ്താലും ഫോളോവേഴ്സ് ഡെയിലി നമ്മളെ ചാനലിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ വളരെ സന്തോഷമാണ്. ബാലകൃഷ്ണ സാറിന്റെ പേര് മാറിയിട്ട് ഷിജു പടിഞ്ഞാറ്റിൻകരയിലേക്ക് വരികയാണ്. അത്രത്തോളം എത്തി. യാഥാർത്ഥ്യം അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾ നമ്മളെ തിരിച്ചറിയുന്നത്. കാര്യം നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത് അറിയാൻ സാധിക്കുന്നുണ്ട്. കാര്യം നമ്മുടെ വണ്ടിയൊക്കെ ഫോളോ ചെയ്ത ആളുകൾ വരുന്നുണ്ട്, സെൽഫി എടുക്കാനൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെ. ആളുകൾ എവിടെ പോലും നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ചിരിയാണ്. അതാണ് എൻ്റെ ഒരു വിജയം. ഞങ്ങളെ സന്തോഷം കൊടുക്കാൻ സാധിക്കുന്നു. അത് ഒരു ചിരിയാണ്. അത് ഏത് രീതിയിലാവട്ടെ അവർ ചിരിക്കുന്നുണ്ട്, ആളുകൾ ചിരിക്കുന്നുണ്ട്. എവിടെ നമ്മൾ റോഡിൽ നിൽക്കുമ്പോഴത്തേക്ക് സ്കൂൾ ബസ്സൊക്കെ പോകുകയാണെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിൽ ചേച്ചിടാ എന്നുകൊണ്ട് ഇങ്ങനെ കൈ വീശി കാണിക്കുന്നു. ഓട്ടോറിക്ഷയിൽ കുടുംബം പോകുമ്പോഴത്തേക്ക് ചേച്ചിമാരൊക്കെ ഇങ്ങനെ എത്തി ചേച്ചിടാ ഒരു ചിരി. നമ്മളെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ചിരിയാണ്. അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് കമന്റുകൾ ധാരാളമായി വരാറുണ്ട്. ചേട്ടനെന്നല്ല ഒട്ടുമിക്ക ആൾക്കാർക്കും വരാറുണ്ട്. ഈ നെഗറ്റീവ് കമന്റ് ഇത്രത്തോളം ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെ നോക്കി കാണുന്നത്? നമുക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ നെഗറ്റീവ് കമന്റ് ചെയ്യുമ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ ചിരിയാണ് വരുന്നത്. എന്നിട്ട് നെഗറ്റീവ് കമന്റ് അടിക്കുന്നവരുടെ സഹതാപമാണ് വരുന്നത്. കാര്യം വെച്ചാൽ ഇവന്മാർ നെഗറ്റീവ് കമന്റ് അടിക്കുന്നതോറും നമ്മളെ റീച്ച് ആവുകയാണ്, ഒരുപാട് ആളിലേക്ക് പോകും. അത്യാവശ്യം എൻ്റെ ചാനലിൽ, യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് ചാനലിലും മോണിറ്റേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവന്മാരുടെ ഓരോ ചീത്ത വിളി ഇവന്മാർ എനിക്ക് തരുന്ന ഓരോ ഡോളറാണ്. അപ്പം എനിക്ക് ഇവന്മാരുടെ സഹതാപവും ഒരു സങ്കടവും ഒക്കെ തോന്നി. അറിവില്ല പൈതങ്ങൾ, ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് കാശുണ്ടാക്കി കൊടുക്കുന്നു. അതല്ലേ ഇവന്മാർ ആക്ച്വലി ചെയ്യുന്നത്. അപ്പൊ പിന്നെ മാത്രമല്ല ഈ ആളുകൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് നെഗറ്റീവ്സിനോടാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ടാണ് യൂട്യൂബേഴ്സ് എല്ലാം ഈ വീഡിയോക്ക് മേളിൽ നെഗറ്റീവ് ക്യാപ്ഷൻ കൊടുക്കുന്നത്. നെഗറ്റീവ് ക്യാപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം വീഡിയോ കൂടുതൽ ശ്രദ്ധിക്കും. എന്ന് പറയുന്ന പോലെ കുറെ ആളുകൾ കമന്റ്സ് എടുത്ത് വായിക്കും. ഇവൻ ഈ വീഡിയോക്ക് ആരെങ്കിലും ചീത്ത വിളിച്ചിട്ടുണ്ടോ എന്ന ആകാംക്ഷയോട് ഇവന്മാർ കമന്റ് എടുത്ത് നോക്കുകയാണ്. ഒരുത്തൻ ചീത്ത വിളിക്കുമ്പോൾ അവന്റെ മുഴുവൻ ഫോളോവേഴ്സും അത് കാണുകയാണ്, അവരിലേക്ക് എത്തുകയാണ്. അപ്പോൾ വീഡിയോക്ക് റീച്ച് കൊടുത്ത് നമുക്ക് കാശും കിട്ടുന്നു. അപ്പോൾ ഈ പാവങ്ങൾ കാണിക്കുന്ന ഈ മണ്ടത്തരത്തെ ഓർത്ത് എനിക്ക് യഥാർത്ഥി അവരോട് സഹതാവും വിഷമൊക്കെ പല സമയത്ത് തോന്നാറുണ്ട്. നേരത്തെ റവന്യൂവിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് നമുക്ക് ചിലപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫേസ്ബുക്ക് ആണോ യൂട്യൂബ് ആണോ കൂടുതൽ റവന്യൂ ഷീറ്റുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഫേസ്ബുക്ക് തന്നെയാണ്. യൂട്യൂബിൽ നിന്ന് അത്ര ഇല്ലെന്നാണോ അതോ ഏറ്റവും കൂടുതൽ? യൂട്യൂബില് ഉണ്ട്, പക്ഷെ യൂട്യൂബില് ഈ വീഡിയോസ് റീച്ച് ആവാൻ പ്രയാസമാണ്. നല്ല കണ്ടന്റ് ആണെങ്കിൽ മാത്രമേ യൂട്യൂബിൽ അത് റീച്ച് ആവുള്ളൂ. ഫേസ്ബുക്കിൽ എന്തിട്ടാലും റീച്ചാണ്. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ കൂടുതൽ പൈസ കിട്ടുന്നതാണെന്ന് വെച്ചാൽ യൂട്യൂബ് ആയിരിക്കും. കാരണം യൂട്യൂബേഴ്സിന് ഒരുപാട് പൈസ കിട്ടും. പക്ഷേ ഈ പ്രശ്നമുണ്ട്, റീച്ച് ആവാനുള്ള പാട്, സബ്സ്ക്രൈബർ വരാനുള്ള പാട്, അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. ഈ ഷിജുചേട്ടാ തുടക്കത്തിൽ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടാവുമല്ലോ. എങ്ങനെ ഇതിലേക്ക് വരുന്നത്, ഇങ്ങനെ ആയിത്തീരുന്നത് എങ്ങനെയാണ്? ഞാൻ ബേസിക്കലി പത്രപ്രവർത്തനം തന്നെയാണ്. ഞാൻ ആദ്യം വീക്ഷണം പത്രത്തിലായിരുന്നു. വീക്ഷണം പത്രം കുറേ വർഷം ഞാൻ കൊണ്ടുവന്നു. അതിൽ ഏജൻസി ഉണ്ടായിരുന്നു, അതിന്റെ റിപ്പോർട്ടറായിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ മാധ്യമ പത്രത്തിലേക്ക് മാറി. അപ്പം മാധ്യമത്തിൽ ഞാൻ കുറേ വർഷം ഉണ്ടായിരുന്നു. കൊട്ടാരക്കര ബ്യൂറോ ചീഫ് ആയിട്ട് വർക്ക് ചെയ്തതാണ്. അതിനുശേഷം പിന്നെ എനിക്ക് നേരത്തെ ഈ ലൈവ് ചെയ്തൊരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഷിജു പടിഞ്ഞാറ്റിൻകര എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട്, ഒരു ഫേസ്ബുക്ക് പേജ് അല്ല, അക്കൗണ്ടായിരുന്നു. ആ അക്കൗണ്ടിലാണ് ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അന്ന് എനിക്ക് നല്ല റീച്ച് ഉണ്ട്. കാര്യം സമൂഹത്തിൽ എന്ത് തിന്മകൾ കണ്ടാലും എന്ത് വിഷയം ഉണ്ടായാലും
ആളെ എന്നെ വിളിക്കും, ഞാൻ വന്ന് ജസ്റ്റ് ലൈവ് ഇട്ട് പോവാണ്. ഈ വാട്ടർ അതോറിറ്റിയുടെ വിഷയം, പൈപ്പ് പൊട്ടുന്ന വിഷയങ്ങൾ, റോഡിന്റെ വിഷയങ്ങൾ, ജനകീയ വിഷയങ്ങളെല്ലാം ജനകീയ വിഷയങ്ങൾ. ഞാൻ ആക്ച്വലി ഒരു പൊതുപ്രവർത്തകനായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ ആളുകൾ എന്നെ വിളിക്കും, അങ്ങനെയൊക്കെ ലൈവ് ചെയ്യുന്നു. അന്ന് പല ആൾക്കാർ എന്നെ എന്റെ ഈ ലൈവുകൾ കണ്ടുകൊണ്ട് പല ആൾക്കാർ എന്നെ വിളിച്ച് ഉപദേശിച്ചിട്ടുണ്ട്. ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു പേജ് ഉണ്ടാക്കിയിട്ട് അത് പേജിലേക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ഞാനൊരു ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, കൊട്ടാരക്കര വാർത്തകൾ വാട്സപ്പ് കൂട്ടായ്മ. അപ്പൊ അതിനകത്ത് നമ്മൾ ഒരുപാട് സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകൾ, ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വക്കീലന്മാർ, പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കന്മാർ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞാനത് ഇവിടെ MLA ഉണ്ടായിരുന്നു, MP ഉണ്ടായിരുന്നു, മന്ത്രി ഉണ്ടായിരുന്നു, ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോയിട്ട് കൂലിപ്പണിക്കാരവരുണ്ടായിരുന്നു. അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തല്ല, അങ്ങനെ ചെയ്ത് ആളുകൾ ഓരോ ആളുകളുടെ ദുരിതമൊക്കെ നമ്മളെ അവതരിപ്പിക്കുന്നു. നമ്മളിത് വാട്സപ്പ് ഗ്രൂപ്പിലിടുന്നു. ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഇത് കൂട്ടായി ഇത് ചർച്ച ചെയ്യുന്നു. ചർച്ച ചെയ്തിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി ഞാനാണ് അഡ്മിൻ. അപ്പൊ സഹായിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക എന്ന് പറയുന്നു. അങ്ങനെ ഓരോരുത്തരും അക്കൗണ്ടിലേക്ക് അക്കൗണ്ട് എടുത്തിട്ട് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ലക്ഷക്കണക്കിന് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊട്ടാരക്കര വാർത്തകൾ വാട്സപ്പ് കൂട്ടായ്മ എന്ന പേരിൽ കൊട്ടാരക്കര നടത്തിയിട്ടു. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇത് ഒരു വാട്സപ്പ് കൂട്ടായ്മ നല്ല സക്സസ് ആയി. പിന്നെ നമ്മൾ വിചാരിച്ച എന്തായാലും ഈ കൊട്ടാരക്കര വാർത്തകൾ വാട്സപ്പ് കൂട്ടായ്മയോടൊപ്പം തന്നെ ഒരു വാർത്താ ചാനൽ ഇരിക്കട്ടെ, കൂടുതൽ വിവരങ്ങൾ ആളുകൾക്ക് കൊട്ടാരക്കരയോട് ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുമല്ലോ എന്ന രീതിയിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാണ്, കൊട്ടാരക്കര വാർത്തകൾ എന്നുള്ള പേജ്. അതിനകത്ത് ലൈവ് ചെയ്ത് നല്ല സക്സസ് ആയി. ഫോളോവേഴ്സ് കൂടി. കൊറോണ സമയത്തൊക്കെ ഫോളോവേഴ്സ് അടിഞ്ഞു കയറി. ഏകദേശം 3.5 ലക്ഷം ഫോളോവേഴ്സ് ഇപ്പോൾ ആയിട്ടുണ്ട്. ഡെയിലി 2000 ഫോളോവേഴ്സ് വെച്ച് നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുക. എത്ര വർഷമായി കാണും മൊത്തത്തിൽ എടുത്ത്? ഇപ്പോൾ 2 കൊല്ലമായി. 2 കൊല്ലം കൊണ്ടാണ് നമ്മൾ റീച്ച് എത്തിയത്. പേജ് ആരംഭിച്ചിട്ട് 2 കൊല്ലമായി പേജ് ആരംഭിച്ചത്. 2 കൊല്ലം കണ്ട് നമുക്ക് 3.5 ലക്ഷം ഫോളോവേഴ്സ് ആയി. ഫേസ്ബുക്കിൽ ഭയങ്കരമായിട്ട് വളർച്ച, ഗ്രോത്ത് ഉണ്ടായി. നല്ല ഗ്രോത്ത് ഉണ്ടായി. അപ്പൊ അങ്ങനെ കാര്യങ്ങളായി. ഒരുപാട് സഹായിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുകളുണ്ട്, അവരെ നമ്മൾ നല്ല രീതിയിൽ സഹായിക്കുന്നു. 3-4 പ്രാവശ്യം ദുബായിലൊക്കെ പോയി. അതൊക്കെ ഫോളോവേഴ്സ് കൊണ്ട് നമ്മൾ പോയതുകൊണ്ട് നമ്മൾ ഫോളോവേഴ്സ് ഇഷ്ടപ്പെടുന്ന പ്രവാസികൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്, അക്കോമഡേഷൻ ഉൾപ്പെടെ എല്ലാം എടുത്തു നിന്ന് അങ്ങനെ കൊണ്ടുപോയതാണ്. 4 പ്രാവശ്യം അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ ദുബായ്, ഷാർജ, UAE ഒക്കെ മൊത്തം ഫുൾ കറങ്ങാൻ പറ്റി. ഇതെല്ലാം നമ്മളെ ഒരു പരിചയമില്ലാത്ത ആളുകൾ. അതാണ് നമ്മളെ ഒരു സന്തോഷം അല്ലെങ്കിൽ വിജയം എന്നൊക്കെ പറയാം. എനിക്ക് വിജയം എന്ന് തന്നെ പറയാം. കാര്യം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കിടന്ന് എന്നെ, ആരും അറിയാത്ത എന്നെ എവിടെയുള്ള ആളുകൾ ടിക്കറ്റ് എടുത്ത് തരുന്നു, വിസ അയച്ചു തരുന്നു, ദുബായിൽ എത്തിക്കുന്നു, അവിടെ കറങ്ങാനുള്ള പൈസ തരുന്നു. റോൾസ് റോയ്സ് കാറാണ് ഇവിടെ തന്നത്. അതിന്റെ വീഡിയോ ചെയ്തതാ ഞാൻ കണ്ടിരുന്നു. റോൾസ് റോയ്സ് കാർ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവിടെ വന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ദിവസം ദുബായ് കറങ്ങാൻ വേണ്ടിയിട്ട് ഫുജേറിയെന്ന് ഒരു നമ്മൾ വീഡിയോ കാണുന്ന ഒരു വ്യവസായമാണ്. അദ്ദേഹം ഡ്രൈവറിനെ ഒരു കാറ് കൊടുത്തയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏത് കാറാണ് എനിക്ക് അറിയത്തില്ല. ഞാൻ വന്നു നോക്കിയപ്പോഴത്തേക്ക് റോൾസ് റോയ്സ് ഫാൻറ്റം. അങ്ങനെ ഞാനത് ദുബായ് ഫുള്ള് കറങ്ങി. ദുബായിൽ തന്നെ ഷാർജയെ കൊണ്ടുപോയി, ഷാർജയിൽ നിന്ന് ഫുജേറയെ കൊണ്ടുപോയി 5 സ്റ്റാർ ഫെസിലിറ്റി താമസിപ്പിച്ചു. ഇതൊക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും ബോണസൊക്കെ ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അതൊക്കെ കുറെ മാരുടെ ചീത്തവിളിക്കാർക്ക് പങ്കുണ്ട്. ചീത്ത വിളിക്കുന്നവരും നെഗറ്റീവ്കാരന്മാർക്ക് അതിനകത്ത് പങ്കുണ്ട്. ഇവരാണ് നമ്മളെ വീഡിയോ റീച്ച് ആക്കി തോന്നുന്നത്. അവരാണ് പവർ. ഇപ്പൊ ഷുചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ, ഇന്നലത്തേക്ക് ഒരു ഇന്റർവ്യൂ കുറച്ച് വിവാദമായിട്ടുണ്ട്. ഇപ്പൊ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിലെ അഖിൽമാരാർ, നമ്മളൊക്കെ അഖിൽമാരാറിനെ ശരിക്കും കണ്ടു തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഷുചേട്ടന്റെ ഒരു വീഡിയോയിലാണ് ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ളത്. ഒരു കോടതിയിലോ മറ്റോ എവിടെ കൊണ്ട് വെച്ചൊരു വീഡിയോയിലാണ് അഖിൽമാരാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. സിനിമ ചെയ്യാൻ പോകുന്നു. ഇങ്ങനെ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി കൊണ്ടുവന്നത് ഷുചേട്ടനാണെന്ന് തന്നെ പറയാം, ഞാനടക്കമുള്ള ചിലരെയൊക്കെ. പക്ഷെ ഈ ഇപ്പൊ ചേട്ടൻ പറയുന്നുണ്ട് ഈ അഖിലുമായിട്ട് അഖില് വേറൊരു തരത്തിലേക്ക് വളർന്നു വന്ന സാഹചര്യങ്ങളെയൊന്നും ആ വഴികളെ ചിന്തിക്കുന്നില്ല, സുഹൃബന്ധത്തിന് വില കൊടുക്കുന്നില്ല, അത്തരത്തിലുള്ള വിഷമത്തോടുകൂടി ഒരു ഇന്റർവ്യൂ ആണ് കണ്ടത്. എന്താണ് ശരിക്കും അഖിൽമാരാറും ഷിജുവും തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞ പേഴ്സണലി ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഈ നന്ദികേട് കണ്ട് 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 ഒടുവിൽ പറയേണ്ടി വന്നതാണ്. കാര്യം അഖിൽമാരാർ എത്ര വർഷക്കാലം മുമ്പ് നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ബേസിക്കലി ഞാൻ പ്രവർത്തകനായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നില്ല, അത് ആൾക്കാർക്ക് അറിയാം. അതേ രാഷ്ട്രീയ പാർട്ടിയിലാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ, പല പ്രവർത്തനങ്ങളിലും ഒരുമിച്ച് സഞ്ചരിക്കുകയും നല്ല ഒരു അത്ര ഒരു ഇടപെട ബന്ധമുള്ള ഒരു സുഹൃത്താണ്. അപ്പൊ അദ്ദേഹം സംസാരിക്കാൻ കഴിവുള്ളവനാണ്, നാക്കിന് നല്ല ശക്തിയുള്ളവനാണ്. അതൊക്കെ നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. എന്ത് സംസാരിക്കാനുള്ള കഴിവും നാക്കുണ്ടെന്ന് പറഞ്ഞാലും കുറെ ആളുകളൊക്കെ സഹായിക്കാതെ നമുക്ക് എന്നും എത്തിച്ചേരാൻ പറ്റൂല. അങ്ങനെ ഈ അഖിൽ കോട്ടാത്തല എന്ന് പറഞ്ഞ വ്യക്തി
അഖിൽ മാരാറാക്കിയതിൽ ഒരുപാട് സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ ഒരുപാട് പങ്കുണ്ട്. പക്ഷേ ഇദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതിനു ശേഷം ഈ സഹായിച്ച ആളുകളെല്ലാം തള്ളി പറഞ്ഞു. കുറേ ആളുകൾ ഇവന് ഞാൻ സുഹൃത്തുക്കളെന്ന് അറിയാതെ പേരിൽ അവരുടെ ഉണ്ടായ വേദനകളൊക്കെ എന്നെ വിളിച്ച് പലരും പറയാറുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു മാധ്യമപ്രവർത്തകനും കൊട്ടാരക്കരയിൽ ഒരു ഓൺലൈൻ ചാനൽ നടത്തുന്ന ആളായതിൻ്റെ പേരിലായിരിക്കാം ഈ ആളുകൾ ഈ അഖിൽ മാരാറിൽ നിന്ന് ഇത്തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായി എന്ന് ആളുകൾ വിളിച്ച് പറഞ്ഞത്. കേൾക്കുന്നവർക്ക് പരിചയമുണ്ട്, 1, 2, 3 ആളുകളൊക്കെ നമുക്ക് സഹിക്കാം. പക്ഷേ ഇവനെ സഹായിച്ചതായിട്ട് എനിക്ക് അറിയാവുന്ന ആളുകൾ അഖിൽ കോട്ടാത്തൽ എന്ന് പറയുന്ന സഹായിച്ച ആളും ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ തന്നെ ഇദ്ദേഹം തിരിച്ചിറങ്ങി വന്നപ്പോൾ ഇവരെ ഒരു ഫോൺ കോൾ പോലും ചെയ്യാൻ തയ്യാറായത് മാത്രമല്ല, വിളിച്ചാൽ പോലും എടുക്കാത്തൊരവസ്ഥ, അവരെയൊക്കെ തീർത്തും അറിയാത്ത രീതിയിൽ പെരുമാറുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ടതായിട്ട് വന്നതാണ്. പിന്നെ എനിക്കും 1, 2 അനുഭവങ്ങളുണ്ടായി. പിന്നെ ഞാൻ ഒന്നും വിചാരിച്ചില്ല, കാര്യങ്ങൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാതെ പുള്ളിക്ക് എതിരായിട്ട് കാര്യങ്ങൾ പറഞ്ഞൊന്നുമില്ല. ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഷിജുചേട്ടനല്ലേ പറഞ്ഞു ഇങ്ങനെ അഖിൽ മാരാർ ഇവിടെ പോയിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യണം, ഫ്ലെക്സോ കാര്യങ്ങളോ ഒക്കെ എല്ലാം ഷിജുചേട്ടന്റെ നേതൃത്വത്തിലല്ലേ? അതെ. അതായത് അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പുള്ളിക്കാരന്റെ ബിഗ് ബോസിൽ കയറി ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു, അത് കോടതി വെച്ച് ഇവൻ പിന്നെ പഴയ രാഷ്ട്രീയ കേസുണ്ടായിരുന്നു, അതിനകത്ത് ജാമ്യം എടുക്കാൻ വേണ്ടി ഞാൻ ഉൾപ്പെട്ട കേസാണ്. ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ഭാഗ്യത്തിൽ എൻ്റെ പേര് അതിൽ വന്നില്ല. അപ്പം ഇദ്ദേഹം അവിടെ കോടതിയിൽ ഇതൊരു ജാമ്യം എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. വന്ന സമയത്ത് ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ബിഗ് ബോസിൽ എനിക്ക് സെലക്ഷൻ ആയിട്ടുണ്ട്, ഏകദേശം ആയിരിക്കുകയാണ്, ഞാൻ ബിഗ് ബോസിലേക്ക് പോകും എന്ന് പുള്ളി എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞതാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ സപ്പോർട്ട് വേണം, അത്തരത്തിലായിരുന്നു എല്ലാം പറഞ്ഞു, സപ്പോർട്ട് വേണം, എല്ലാം പറഞ്ഞ് വീഡിയോ ചെയ്യണം, എല്ലാം പറഞ്ഞ് ഞാൻ പറഞ്ഞു, അളിയാ നീ നമ്മുടെ സുഹൃത്തില്ലേ, നീ പോയി നിന്നല്ലാതെ വരാനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ വെച്ച് ഞാൻ ഒരു ലൈവ് ഇട്ടു. ആ ലൈവ് തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു. ആ ലൈവ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ലൈവ് കണ്ടു. അപ്പൊ അതിനുശേഷം ഇവൻ ബിഗ് ബോസിൽ പോയതിന് ശേഷം ഒരുപാട് വീഡിയോകൾ ഇതിനു വേണ്ടി ചെയ്തു. കാര്യം പുള്ളിക്ക് നാട്ടിൽ നിന്ന് യാതൊരു സപ്പോർട്ടും ഇല്ലായിരുന്നു. പുള്ളിയുടെ ആദ്യകാലം എടുത്തു നോക്കുകയാണെങ്കിൽ ഫുൾ നെഗറ്റീവായിരുന്നു. അഖിൽ മാരാറിന്റെ മുഖം കണ്ടാൽ തന്നെ ആൾക്കാർ മൊത്തം ചീത്ത വിളിക്കുന്നത്, നെഗറ്റീവ് കമന്റ് അടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്ന് ഇദ്ദേഹത്തെ സഹായിച്ചത്, അവരെ പേര് പറഞ്ഞ് ശരിയാണെന്നില്ലെന്ന് അറിയാം, എങ്ങനെയെങ്കിലും പറയാം, മറ്റൊരു വേറൊരു ചാനൽ ഉണ്ടോ ഞാൻ പേര് വെച്ചിട്ട് പറഞ്ഞില്ലായിരുന്നു. സഹായിച്ചാണ്. അത് അമൃത് രാജ്, ഐശ്വര്യ രാജ് എന്ന് പറഞ്ഞ ദമ്പതികളുണ്ട്. അവര് ഇവന്റെ ഭയങ്കര സപ്പോർട്ടാണ്, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താണ്. അതായത് പുള്ളി ബിഗ് ബോസ് പോയ സമയത്ത് അവർ ഒരു ചാനൽ, ഈ ബിഗ് ബോസ് അഖിൽ മാരാറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് ഈ ഭാര്യയും ഭർത്താവും 24 മണിക്കൂറും അഖിലിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡെയിലി വീഡിയോസ് ഇങ്ങനെ ഇട്ടു എന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് വേറെ ആർമി ഒന്നും ഇല്ല, ഈ ഒരു ആർമി മാത്രം ഉള്ളായിരുന്നു. ആ ആർമി അവര് ഉറക്കവും ഇല്ലാതെ ഇവന് വേണ്ടി വീഡിയോ ചെയ്തു, സഹായിച്ചു. അതുപോലെ തന്നെ പല കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ, പിന്നെ അഖിൽ മാരാർ പോയപ്പോഴത്തേക്ക് വീട്ടിൽ ഭാര്യയും പിള്ളേർ മാത്രമേ ഉള്ളൂ. ഭാര്യയുടെ ആവശ്യങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാനും ഇങ്ങോട്ട് കൊണ്ടുപോകാനും ഡ്രസ്സ് എടുത്ത് കൊടുക്കാനും ശരി, എയർപോർട്ടിൽ കൊണ്ടാക്കാനും ശരി, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ നടന്ന വ്യക്തികളാണ് ഇവർ രണ്ടും. അവസാനം അവരെ മൈൻഡ് ചെയ്യാൻ ബിഗ് ബോസിൽ ഇറങ്ങിയ ശേഷം വിളിച്ചിട്ടോ കണ്ടിട്ടോ ഒന്നുമില്ല. 1, 2 പ്രാവശ്യം കാണുകയൊക്കെ ചെയ്തു. പക്ഷെ അങ്ങനല്ല, അങ്ങനെ ഒരു സഹായം അല്ല അവർ ചെയ്തു കൊടുത്തത്. അപ്പൊ അവർക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായത്. അവരെ മൈൻഡ് ചെയ്യുന്നില്ല, പല അവരെ വീട്ടിലോട്ടൊന്നും ചെല്ലുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായത്. അവര് വിഷമം എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ഇദ്ദേഹം മറന്നു. ഇപ്പൊ ഇറങ്ങിയ സമയത്ത് കൂട്ടത്തിൽ ജോജു ജോർജ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ ഇവരുണ്ടായിരുന്നു. ഇപ്പൊ ജോജു ജോർജിനെ അഖിൽ മാരാറിനെ കാണാനേ ഇല്ല തമ്മിൽ. അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയും? ജോജു ജോർജായിട്ട് തെറ്റിയെന്നാണ് പറയുന്നത്. ആണോ? ഞാൻ അന്വേഷിച്ചപ്പോ ഞാൻ മനസ്സിലാക്കുന്നത്, ജോജോ ജോർജും ഇദ്ദേഹം കൂടെ അടുത്തിരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട്, ചേട്ടാ ഒരു സെൽഫി എടുത്തിട്ട് അഖിലേട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നു. ജോജോ ജോർജ് മൈൻഡ് ചെയ്യുന്നില്ല. അഖിൽമാരാണ് ഫാൻസ് മൊത്തം ഇദ്ദേഹം തന്നെ അഭിപ്രായപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെ അറിഞ്ഞതാണ്. അപ്പൊ ജോജോ ജോർജ് അഖിൽമാരായ, അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹമായിട്ട് അഖിലായിട്ട് അങ്ങ് മാറിയതാണെന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. ജോജോന് ഈഗോ ആയിട്ടാണ് അഖിൽ മാരാറോട് മാറുന്നത്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ജോജോ ജോർജിന് ഒരു സ്വീകാര്യത കിട്ടുന്നില്ല, ഇദ്ദേഹത്തിന് മാത്രമാണ് സ്വീകാര്യത കിട്ടുന്നത്. അപ്പൊ ഇവരും അടുത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഈഗോ ക്ലാഷ് അടിക്കുന്നു. അതൊക്കെ കൊണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ വിഷമം തന്നാ ഇതിരിക്കാൻ വേണ്ടി ഇദ്ദേഹമായിട്ട് അങ്ങ് മാറുവാണ് എന്നൊക്കെയാണ് ഇദ്ദേഹം പല ആളുകളും പറഞ്ഞ് ഞാൻ അറിഞ്ഞത്. ബിഗ് ബോസിനകത്ത് ഇവർക്ക് 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് വിഷ്ണു ജോഷി, പിന്നെ ഷിജു. അവർക്ക് ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു, പുറത്തിറങ്ങിയ ശേഷം ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഇറങ്ങി ഒരു ദിവസത്തിനുള്ളിൽ പിന്നെ ഇവരാരെയും കാണുന്നില്ല പരസ്പരം. അഖിൽ മാരാർ ഒറ്റയ്ക്ക് പോകുന്ന ഇവരാരെയും കൂട്ടത്തിലില്ല, ഇവർ ഭയങ്കര ഇതാണെന്നാ പറയുന്നത്. അദ്ദേഹം ആരെയും അടുപ്പിക്കാത്തതാണോ അത്?
കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണോ? പുള്ളിയുടെ വിചാരം എന്തെന്നാല് പുള്ളി ഒരുപാട് താഴെത്തട്ടിൽ നിന്ന് വന്ന ആളാണ്. ഇദ്ദേഹത്തിന്റെ ഈ ഷോയിലൂടെ വലിയ ഒരു താരപരിവേഷവും സമ്പത്തും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാല് പച്ച നാടൻ രീതിയിൽ പറയുകയാണെങ്കിൽ പുള്ളിക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു പുച്ഛം പോലെ ആയി തുടങ്ങി. മനസ്സിലായി? അതാണ് വിഷയം. മറ്റുള്ളവരെ പുള്ളിക്ക് ഒരു പുച്ഛം പോലെ തോന്നുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പല സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. യഥാർത്ഥത്തിൽ നമ്മൾ വളരും തോറും എളിമ കാണിക്കണം, അതാണ് വേണ്ടത്. പക്ഷെ പുള്ളിയുടെ ഭാഗത്തുനിന്നും ഇതേപോലെയൊക്കെയുള്ള സംഭവങ്ങളാണ് എൻ്റെ അറിവിൽ ഉണ്ടായിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ എനിക്കറിയത്തില്ല. എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ എന്നെ കുറെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഒക്കെ വിളിച്ച് പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവം ഉണ്ടായപ്പോഴത്തേക്ക് ഇത് കറക്റ്റ് ആണെന്നുള്ളത് ഞാൻ ഉറപ്പിക്കുകയും ചെയ്തു. എൻ്റെ ഒരു മോന്റെ ബർത്ത്ഡേ ഇവിടെ അതെ അന്നാ ഞാൻ കൺഫേം ചെയ്യുന്നത്. കാരണം നമ്മൾ ഇത്രയൊക്കെ സഹായം നമ്മൾ ഇത്ര ഒരുപാട് സഹായങ്ങൾ ചെയ്തു, വീഡിയോ ചെയ്ത് കൊടുത്തു, അതുപോലെ ഫ്ലെക്സ് വെപ്പിച്ചു. പിന്നെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഹരി പത്തനാപുരം അറിയാലോ, അദ്ദേഹം സോഷ്യൽ മീഡിയ നല്ല റീച്ചുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തേക്ക് ആ ബിഗ് ബോസിന്റെ വോട്ടിംഗ് സമയത്ത് ഞാൻ പറഞ്ഞു അഖിൽ മരാറിന് വേണ്ടി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹമൊക്കെ സംസാരിച്ചു. ആ സമയത്തൊക്കെ നല്ല രീതിയിൽ വീഡിയോകളൊക്കെ വൈറലാവുകയും ആ അഖിലിന്റെ വോട്ടിങ്ങിനൊക്കെ ഒരുപാട് സഹായിക്കുകയും ചെയ്ത സംഭവമാണ്. അദ്ദേഹം പറയുന്നു അഖിൽ മരാർ വിന്നർ ആവുന്നത് ജോത്സ്യരാണ്. അപ്പൊ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞ കറക്റ്റ് സത്യമാണ് പറഞ്ഞത്. കാര്യം അതെ പുള്ളി പറഞ്ഞ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്ത എന്റെ പിന്നെ ഹരി പത്തനാപുരം പറഞ്ഞാൽ അങ്ങനെ ഒരാളെ വിന്നറാവുമെന്ന് ഞാൻ അങ്ങനെ പറയത്തില്ലെന്ന് എന്റെ ആദ്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഹരി പത്തനാപുരം ഒന്ന് നോക്കിയിട്ട് പിന്നെ പറഞ്ഞു അതായത് ആരാണ് ജയിക്കുന്നത് നിങ്ങളുടെ ജോത്സ്യം വെച്ചിട്ട് നോക്കാൻ പറഞ്ഞു. അന്നേരം പുള്ളി നോക്കിയിട്ട് എന്റെ പറഞ്ഞ് അളിയാ ജയിക്കുന്നത് പിന്നെ അഖിൽ മാരാർ ജയിക്കുന്ന ആളെ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു എന്നാ വീടിക്കാതെ പറ, കുറച്ച് സപ്പോർട്ട് കിട്ടിട്ട് അഖിൽ ഹരിപത്തനാഥെ കൊണ്ട് പറയിച്ചു. അതൊക്കെ വോട്ടിംഗ് സമയത്ത് ഭയങ്കരമായിട്ട് സഹായിച്ചു. നല്ല രീതിയിൽ വോട്ട് അദ്ദേഹത്തിന് കയറി. അതൊക്കെ വിജയത്തിന്റെ ഒരു ഇതാണ്. പക്ഷേ പുള്ളി ഒന്നും അംഗീകരിക്കത്തില്ല. പുള്ളി ഇപ്പം പറയുന്നത് ആരുടെയും സഹായം പുള്ളിക്ക് കിട്ടിയിട്ടില്ല, പുള്ളിയുടെ നാക്കിന്റെ ബലം കൊണ്ട് പുള്ളിയുടെ കഴിവുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹം വിന്നറായി എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റുള്ളവരുടെ സഹായത്തെ പുച്ഛിച്ച് തള്ളുകയാണ്. അത് ഒന്ന് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. അതാണ് നമുക്കൊരു വിഷമമുള്ളത്. ആരംഗീകരിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ എൻ്റെ ഒരു മോന്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഏറ്റവും ഇളയ മോന്റെ ബർത്ത്ഡേക്ക് വിളിച്ചപ്പം അദ്ദേഹം പറയുന്നത് എടാപട ബന്ധമുള്ള ആളുകളാണ്. എൻ്റെ അടുത്ത് പറയാണിത് പ്രത്യേക ആക്ഷനിലാണ് പറയുന്നത്. ആക്ച്വലി ഞാനങ്ങനെ സ്വകാര്യ ഫംഗ്ഷൻസ് ഒന്നും ആക്ച്വലി ഞാൻ പോകാറില്ല. പിന്നെ ഒരുപാട് ആൾക്കാർ വീഡിയോ ആശംസയൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാരെ വിളിക്കാറുണ്ട്. ഞാനതങ്ങനെ ആർക്കും സന്ദേശം അയച്ചു കൊടുക്കാറില്ല. ഞാൻ പെയ്ഡാണ്. പിന്നെ താങ്കളായതുകൊണ്ട് ഷിജു ആയതുകൊണ്ട് ഞാനൊരു വോയിസ് ക്ലിപ്പ് ഞാൻ ജസ്റ്റ് വാട്സപ്പിൽ ജസ്റ്റ് ഒരു 1/2 മിനിറ്റ് വോയിസ് ക്ലിപ്പ് ഞാൻ അങ്ങനെ അയച്ചു തരാം. അത് അവിടെ നിന്ന് പ്ലേ ചെയ്തോളൂ. പ്ലേ ചെയ്തോളൂ. ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞാൻ ആലോചിക്കും. അപ്പൊ ഞാൻ എന്റെ മനസ്സോട് ചിന്തിക്കും ഇത് എന്തുകൂടി കാണിക്കുന്നത്. ശബ്ദം വേണമെങ്കിൽ ഒരു നാട്ടുകാരെ എന്നും കാണുന്ന ഇടാകൂടെ ബന്ധോട് ഒരുമിച്ച് പിന്നെ വളരെ അടുത്തറിയുന്ന ഒരാള് ഒരു ആശംസ ഒരു ബർത്ത്ഡേക്ക് ക്ഷണിച്ച് വരാൻ പറ്റില്ലെന്ന് പറയും. എന്തിനാ ഇങ്ങനെ അതിന് പകരം ഈ വോയിസ് അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞത് അത് അദ്ദേഹം എറണാകുളത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ അവിടെ ഉള്ളൊക്കെ പോയി കാണിക്കുന്നുണ്ട്. കാര്യം അവിടെയൊക്കെ പുള്ളി സ്റ്റാറാണ്. പുള്ളി അറിയത്തുള്ള സ്വന്തം നാട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ പറയുന്ന കാര്യമുണ്ട്. അങ്ങനെ വേറൊരു കൂട്ടുകാരന്റെ അടുത്ത് ഇതേണൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അതെ, വേറൊരു കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു. അദ്ദേഹം ഒരു വീഡിയോ ആശംസ ചോദിച്ചപ്പോഴത്തേക്ക് 15,000 രൂപ ചോദിച്ചെന്നൊക്കെ പറയുന്നു. എനിക്കറിയത്തില്ല. ഈ കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ചു 15,000 രൂപ ആശംസ പറയാം. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാണ്. ഇതെല്ലാം വീഡിയോ ഇറങ്ങിയ ശേഷം വെറുതെ വിളിച്ചു പറഞ്ഞു. ഒരു ചാനൽ ഇന്റർവ്യൂ കൊടുത്തായിരുന്നു. അപ്പൊ അതിനുശേഷം പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു അളിയാ എനിക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായി. ഞാൻ എൻ്റെ സോറി അത് ആശംസ പിന്നെ ബർത്ത്ഡേ അല്ല, അതൊരു പിന്നെ ക്ലബിന്റെ പരിപാടി, ഒരു ക്ലബിന്റെ പരിപാടിയാണ്. ഒരു ക്ലബിന്റെ പരിപാടിക്ക് അത് കൂട്ടുകാരനാണ്. അപ്പം ക്ലബിന്റെ പരിപാടിക്ക് ഒരു ആശംസ വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. 15,000 രൂപ അയച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാം പണം സംവിധാനം ചെയ്ത സിനിമയുടെ അവര് മിണ്ടാറില്ല, അങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. പട സമയത്ത് ഒരുപാട് ഞാൻ സഹായിച്ചു. ആ പടം ഇറങ്ങിയ സമയത്ത് ഇവിടെ അറിയില്ല, കൊട്ടാരക്കര തിയേറ്ററിലൊന്നും ആളൊന്നും ഇല്ലായിരുന്നു. എന്നെ വിളിച്ച് പറഞ്ഞാൽ ലൈവ് ഒക്കെ ചെയ്തു. പ്രണവ് നമ്മളെ പുത്തൂർ ചെല്ലം തിയേറ്ററിലും മിനർവ തിയേറ്ററിലൊക്കെ പോയി ലൈവ് ഒക്കെ ചെയ്തു. അതിനുശേഷം ഷോയിലൊക്കെ ഒരുപാട് ആളുകൾ വരികയും അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ചാനൽ വെച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തൊരു വ്യക്തിയാണ്. എന്നിട്ട് അതൊക്കെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്നേ വരെ നമുക്ക് ഇന്റർവ്യൂ. കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറഞ്ഞാല്
പുള്ളി ഒന്നും അല്ലാത്ത സമയത്ത് പുള്ളിക്ക് വേണ്ടി ഒരുപാട് വീഡിയോ ചെയ്ത് റീച്ചാക്കപ്പെടുന്ന വ്യക്തിയാണ്. പുള്ളി ഒരു സ്റ്റാർ ആയിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹം ഒരു നന്ദിയുള്ളവനാണെങ്കിൽ, ഞാനൊരു ചാനൽ നടത്തുവാണല്ലോ, പുള്ളി ഇറങ്ങി വന്നപ്പോഴത്തേക്ക് പിന്നെ ഓരോ ചാനലിലും പുള്ളി ഇന്റർവ്യൂവിന് പോകുന്നത് പെയ്ഡിലാണ്. പുള്ളി വന്നിരുന്ന് സംസാരിക്കുന്നതിന് 1 ലക്ഷം GST വാങ്ങിച്ചിട്ടാണ് ഇരുന്ന് സംസാരിക്കുന്നത് ഓരോ ചാനലർക്ക്. അദ്ദേഹം നന്ദിയുള്ളവനാണെങ്കിൽ അവൻ ഒന്നുമില്ല സമയത്ത് അദ്ദേഹത്തിന് ചാനലിലൂടെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ കാണിച്ച് റീച്ചുണ്ടാക്കി കൊടുത്ത എനിക്ക് നമ്മളെ ചാനലിൽ അദ്ദേഹം ഒന്ന് വന്ന് ഒരു ഇന്റർവ്യൂ തരേണ്ടത് അദ്ദേഹത്തിന്റെ കടമയായിരുന്നു. ചോദിച്ചിട്ടുണ്ടോ അത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇതൊക്കെ ഒരു നന്ദികരാണ്. അല്ല, ഇതിപ്പോ കേൾക്കുന്നവരെല്ലാം വിചാരിക്കത്തില്ല അത് കിട്ടാത്തത് കൊണ്ടാണ് നമ്മളിതെല്ലാം പറയുന്നത്. ചോദിച്ചേട്ടെ, ഞാനൊരു ഇന്റർവ്യൂവിന് എന്റെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചോ, വന്നില്ല, അതിന് പകരമാണ് ഇതെല്ലാം പറയുന്നത്. നമ്മളിത് അങ്ങനെ പറയുമ്പോഴേ നമ്മൾ ഈ നന്ദികേട് എന്തെങ്കിലും ഒന്ന് വിളിച്ച് പറയണ്ടേ? നമ്മള് ഇത് പിന്നെ പറയാതിരുന്നിട്ടെന്ന് സാധിക്കാൻ. ഇത് കേൾക്കുമ്പോൾ പലർക്കും പലതും പറയാം. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവനോട് കുശുമ്പുകൊണ്ടാണ് പറയാം. അങ്ങനെ കാണുന്നത് പറയും. ഇങ്ങനെ കമന്റ് അങ്ങനെയൊക്കെ അറിയും. ഇവൻ ഏതായി ഉള്ള കണ്ണാടി വെച്ചിരിക്കുന്നത് അവനോട് കുശുമ്പുകൊണ്ടാണ്. എനിക്ക് അവനോട് കുശുമ്പ് കാണിക്കുന്ന ഒരു കാര്യമില്ല. എന്തിനെ കുശുമ്പ് കാണിക്കുന്നത്? നമ്മുടെ സുഹൃത്ത് വളർന്നത് നമുക്ക് നല്ലതാണ്. പക്ഷേ ഇപ്പം വിവാദമായിരിക്കുന്ന ഈ സമയത്ത് ഇത്രയേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള പറയാം. ഈ സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴാണ് പറയുന്നത്? വിഷമം കാരണമാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് സുഹൃത്തുക്കൾ ഈ വിഷമം നമ്മളത് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ വിവാദമായിരിക്കുന്ന സാഹചര്യത്തിൽ ആളുകൾ ഡെയിലി ഇതിന്റെ ക്ലിപ്പിംഗ്സ് എല്ലാം ഫോണിലൂടെ കണ്ടോണ്ടിരിക്കുകയല്ലേ. അന്നേരം ആളുകൾ ഇങ്ങനെ വിളിച്ച് പങ്കുവെക്കുകയാണ്, ഓരോ കാര്യങ്ങൾ പങ്കുവെക്കുകയാണ്. ഷിജുവിന്റെ ഈ ഒരു ഇന്റർവ്യൂ വന്നതിന് ശേഷം അഖിൽമാരാർ വിളിക്കും, അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തിനാണ് ഇന്റർവ്യൂ കൊടുത്തത്? വളരെ സൗഹൃദമായിട്ട് വിളിച്ചു സംസാരിച്ചു. വളരെ സൗഹൃദമായിട്ട് വിളിച്ചു. കാര്യം 1-2 ചാനലൊക്കെ വിളിച്ച് പുള്ളി ചീത്തൊക്കെ വിളിച്ചു, വിളിച്ച് കുറെ ചാനലൊക്കെ വിളിച്ച് ചീത്തൊക്കെ വിളിച്ച് വീഡിയോ ഒക്കെ ഇറങ്ങി പുള്ളി അസുഖം. അപ്പൊ അതൊക്കെ ഞാൻ കണ്ടോണ്ടിരിക്കില്ല. അപ്പൊ എന്നെ പുള്ളി ആദ്യം വിളിച്ചു. ഞാൻ ആദ്യം ചോദിച്ചു, അളിയാ എന്നെ ചീത്ത വിളിക്കാണോ അളിയാ എന്ന് ആദ്യം ചോദിച്ചു. ഇയാൾ എന്തിനാണ് ഞാൻ ചീത്ത വിളിക്കുന്നത് എന്ന് പറഞ്ഞ് പിന്നെ ആ രീതിയിൽ എന്താ തരത്തിൽ പറയുന്നത്? എന്താ പുള്ളി ഇങ്ങനെ എനിക്കെതിരെ 2-3 വീഡിയോ ചെയ്തെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ അളിയനെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, ഞാൻ അഭിപ്രായം പങ്കുവെച്ചെന്നേ ഉള്ളൂ. അദ്ദേഹം അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ അളിയനെതിരെ ഞാൻ അഭിപ്രായം എതിരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. എന്റെ അഭിപ്രായം പങ്കുവെച്ചു. പിന്നെ പുള്ളി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറെ സംസാരിച്ചു. സൗഹൃദത്തോട് തന്നെ ഫോൺ വയ്ക്കുകയും ചെയ്തു. നമ്മളൊരു വീട്ടില് പുള്ളിക്കെതിരെ പറയുന്നില്ലല്ലോ. എന്ത് പുള്ളിക്കെതിരെ പറയാൻ ഒന്നും പറയുന്നില്ല. അനുഭവം മാത്രമാണ് പറയുന്നത്. അനുഭവങ്ങൾ എന്നോട് മറ്റുള്ള ആൾക്കാർ പങ്കുവെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഞാൻ പറയുന്നത്. അല്ലാതെ പുള്ളിയുടെ വിചാരം വെച്ചാല് പുള്ളിക്കെതിരെ നമ്മൾ എന്ത് പറഞ്ഞാലും പുള്ളി പറഞ്ഞു വെച്ചാല് നമ്മള് വൈറലാകാൻ വേണ്ടി, അതായത് വൈറലാകാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് പുള്ളി കയറി പ്രതികരിക്കും. അപ്പം നമ്മൾ വൈറലാകും എന്നുള്ളൊക്കെ ചിന്തയാണ് പുള്ളി പറയുന്നത്. നേരത്തെ ഫോൺ ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞ, ഞാൻ പറഞ്ഞ പറയാൻ പുള്ളി പറഞ്ഞ പല ആൾക്കാർ എന്നെ പറ്റി പലതും പറഞ്ഞു, ഞാനതൊന്നും പ്രതികരിക്കാറില്ല, നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരുത്തിനെ വൈറലാക്കും എന്നാണ് പുള്ളി പറയുന്നത്. നമുക്കങ്ങനെ വൈറലാണ് കാര്യം. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്ക് എന്റെ ചാനൽ ഇവിടെ തന്നെ പറയാം. എനിക്ക് 3.5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. ആ ഫോളോവേഴ്സിലൂടെ എന്റെ ചാനലിലൂടെ എന്നെ അറിയാവുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അഖിൽമാരാർ വഴി വൈറലാവേണ്ട കാര്യം എനിക്കില്ല. മനസ്സിലായില്ലേ? ഞാൻ ഒരു പിന്നെ ബിഗ് ബോസിലും പോകാതെ ഒന്നിനും പോകാതെ തന്നെ ഈ ചാനൽ കൊണ്ട് തന്നെ അത്യാവശ്യം ഫോളോവേഴ്സും അത്യാവശ്യം കാര്യങ്ങളായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്കിപ്പോ അഖിൽമാരാരെ തട്ടി വൈറലാവേണ്ട ഒരു കാര്യമില്ല. അഖിൽമാരാരെക്കാട്ടി എത്ര ഉന്നതമായിട്ടുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഗണേഷ് സാറിനൊക്കെ സമ്മതിക്കണം. ഗണേഷ് സാർ എന്നൊക്കെ പറഞ്ഞാൽ വായിൽ സ്വർണ്ണക്കരണ്ടിയാണ് ജനിച്ച ലോകം മലയാളി അറിയപ്പെടുന്ന വ്യക്തിയാണ്. ആർ ബാലകൃഷ്ണ സാറിന്റെ മകനാണ്. മന്ത്രി, MLA എല്ലാ പദവി അലങ്കരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പണം കൊണ്ടായാലും ശരി, പ്രശസ്തി കൊണ്ടായാലും ശരി, എല്ലാത്തിനും കാട്ടി എത്രയോ 10 മടങ്ങ് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഗണേഷ് സാർ. അദ്ദേഹം എന്റെ ബർത്ത്ഡേക്ക്, അദ്ദേഹം എന്റെ ഭാര്യയും കൂടെ എന്റെ ബർത്ത്ഡേക്ക്, മോന്റെ ബർത്ത്ഡേക്ക് വന്ന് ആ ഓഡിറ്റോറിയത്തിൽ കറണ്ട് പോയി. പുതിയ ഓഡിറ്റോറിയം ജനറേറ്റർ ഇല്ലായിരുന്നു. 1.5 മണിക്കൂർ ഇലക്ഷൻ സമയമാണ്. കണ്ടല്ലോ, അതൊക്കെ കാണുന്നില്ല, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ പറഞ്ഞു ഗണേഷ് സാർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം പിന്നെ ആ ഒരു കറണ്ട് പോയ സമയത്ത് 1.5 മണിക്കൂറാണ് അദ്ദേഹം വിയർത്തൊലിച്ച് കറണ്ട് വരുന്നവരവിടെ കാത്തുന്നത്. അതും ഇലക്ഷൻ സമയം, ഇലക്ഷന്റെ പീക്ക് ടൈമാണ്. ഒരു സമയം പോലും വേസ്റ്റാക്കാൻ ഇല്ലാത്ത, പാഴാക്കാൻ ഇല്ലാത്ത ഒരു സമയത്താണ് അദ്ദേഹം വന്നിരുന്ന് ആ ബർത്ത്ഡേ കേക്ക് മുറിച്ച് ആശംസ പറയിച്ചു. അദ്ദേഹം ഫാമിലി കുടുംബത്തോടാണ്, ബിന്ദുചേച്ചിയോടാണ്. അവരൊക്കെ കാണിക്കുന്ന എളിമത്വം ഇദ്ദേഹത്തെ ആയിട്ട് കൂട്ടി വായിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അതൊക്കെയാണ് വ്യത്യാസങ്ങൾ. ഈ അഖിൽമാരാരെ പോലെയുള്ള വ്യക്തികളെടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ അഖിൽമാരാരൊക്കെ കിട്ടിക്കുന്ന അവസരം എന്ന് പറഞ്ഞാൽ വലിയൊരു അവസരമാണ്. ദൈവം കൊടുത്ത ഒരവസരമാണ്. അഖിൽമാരാറിന്റെ സ്വന്തം കഴിവുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ആയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർത്തേക്കുന്ന ഒരു കാര്യമുണ്ട്. പണ്ടൊക്കെ നമ്മളെ മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം ഇതേപോലെയൊക്കെ ഉള്ള ഒരുപാട് നടന്മാർ എത്ര വർഷക്കാലമായി നമ്മളെ മനസ്സിൽ ഇങ്ങനെ താരങ്ങളായി നിൽക്കുന്ന മനുഷ്യരാണ്. ഇവരൊക്കെ വെറും താരങ്ങളായത് അങ്ങനെ, അവരൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആയെന്നുള്ളത് മനസ്സിലാക്കണം. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് ജോലി ഉപേക്ഷിച്ച്, വീട്ടുകാരെ ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് പോയി കിടന്ന്
പൈപ്പ് വെള്ളം കുടിച്ച് ഏതെങ്കിലും ലോക്കൽ റൂമിലൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് പുതുകടിയും കൊണ്ട് പിറ്റേ ദിവസം എവിടൊക്കെയാണ് ഷൂട്ടിംഗ് എന്ന് തിരക്കി മനസ്സിലാക്കി അവിടെ നടന്നും അലഞ്ഞുമൊക്കെ അവിടെ ചെന്ന് ചാൻസ് ചോദിച്ച് അത്രയും ആളുടെ മുമ്പിലും സംവിധായകൻ്റെ ഒക്കെ വാക്കുകൾ കേട്ട് അപഹാസ്യനായി വളരെ വിഷമത്തോട് പോയി അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടു ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ താരങ്ങളായ ആളുകളാണ്. അന്ന് സെലിബ്രിറ്റീസ് പറഞ്ഞത് സിനിമാ താരങ്ങൾ മാത്രമേ ഉള്ളൂ സെലിബ്രിറ്റീസ്, അവരെ മാത്രമേ ജനങ്ങൾ ഒരു നക്ഷത്രത്തെ പോലെ കാണുന്നുള്ളൂ. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വന്ന ആളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ബിഗ് ബോസ് പോലെയൊക്കെ ഉള്ള റിയാലിറ്റി ഷോ ഒക്കെ വന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ 4 പ്രകസനം കാണിക്കുമ്പോഴത്തേക്ക് അവരൊക്കെ വിളിച്ച് ഇവരെ ഇതുപോലെ ഷോയിൽ കൊണ്ടുവരുന്നു. അതിനകത്ത് 2 ആഴ്ച നിൽക്കുമ്പോഴത്തേക്ക് സെലിബ്രിറ്റി ഒരു കഷ്ടപ്പാടും ഇല്ലാതെ സെലിബ്രിറ്റി ആവുകയാണ്. അവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് അവസാനം ആ ഷോയെ കുറ്റം പറഞ്ഞ്, കാര്യം പണ്ട് ഈ പറയപ്പെട്ട നടന്മാരൊക്കെ കഷ്ടപ്പെട്ട് സെലിബ്രിറ്റി ആയ വർഷങ്ങള് കഷ്ടപ്പാട് കൊണ്ട് സെലിബ്രിറ്റി ആയ ആ ഒരു സംഭവമാണ് ഇവനെയൊക്കെ ബിഗ് ബോസും ഏഷ്യാനെറ്റൊക്കെ ചേർന്ന് ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഇവന് ആ ഒരു തട്ടിലേക്കാണ് കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. എന്നിട്ട് അവസാനം ഇറങ്ങി വന്നിരുന്ന ആ ഷോയെയും ആ പ്ലാറ്റ്ഫോം കൊടുത്ത ചാനലിലേക്ക് കുറ്റം പറയുന്ന പറഞ്ഞാൽ അത് പക്കാ നന്ദികേടില്ല. ആ നന്ദികേടിനെ കുറിച്ചാണ് ഞാൻ പല വീഡിയോയിലും ഞാൻ പ്രതികരിച്ചിട്ടുള്ളത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളെ സഹായിച്ച കൈകളെ ഒരിക്കലും തള്ളി പറയാൻ പാടില്ല. അതാണ് ഈ അഖിൽ മാരാർ ഇപ്പോൾ ഈ ഏഷ്യാനെതിരെയും ഈ ബിഗ് ബോസിനെതിരെയും പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കൂട്ടുകാരൻ എന്ന രീതിയിൽ ഷിജു പടിഞ്ഞാറ്റങ്കരയ്ക്ക് അഖിൽ മാരാറിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? അഖിൽ മാരാറിന് കൊടുക്കാനുള്ള ഉപദേശം എന്ന് പറയുന്നത്, വന്ന വഴി നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മൾ ഒരുപാട് ആളുകൾ നമ്മൾ ഈ നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അവർക്ക് അഖിൽ മാരാറിൽ നിന്ന് ഒന്നും വേണ്ട, അഖിൽ മാരാറിൻ്റെ ഒരു സ്നേഹം മാത്രം മതി, അളിയാന്നൊരു വിളി, ഇതൊക്കെ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാതെ അഖിൽ മാരാറിന് കിട്ടിയ പൈസയിൽ നിന്ന് കുറച്ച് പൈസ അവർക്ക് വേണമെന്നോ ഒന്നും ആരും പറയുന്നില്ല. ആ ഒരു സ്നേഹം ഒരു ചിരിയിലും ഒരു ഫോൺ കോളിലും അതേപോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ആളുകൾ പ്രതീക്ഷിക്കൂ. അതുപോലും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ലെന്നാണ് ഇവരൊക്കെ നമ്മുടെ പറഞ്ഞത്. അഖിൽ മാരാർ വന്ന വഴി മറക്കാതിരിക്കുക. ഈ സൗഭാഗ്യങ്ങളൊക്കെ പോകാൻ ഒരു നിമിഷം മതി, ഒരു നിമിഷം മതി. നമുക്ക് വന്ന സൗഭാഗ്യങ്ങളിൽ അതേപോലെ തിരിച്ചിറങ്ങി പോകാൻ ഒരു നിമിഷം മതി. ഇപ്പൊ തന്നെ ഒരു ബിസിനസ് മോട്ടിവേറ്ററിന്റെ ഒരു കാര്യം സ്റ്റേജിൽ ചീത്ത വിളി ഒറ്റ ദിവസം കൊണ്ട് പുള്ളിക്കാരന്റെ സംഭവിച്ച കേടുപാടുകൾ മാറ്റി എടുക്കാൻ പറ്റൂ. അത് അഹങ്കാരം പുള്ളി തന്നെ വരുത്തി വെച്ചു. പുള്ളിയെ കൊണ്ട് ദൈവം പറയിപ്പിച്ച അഹങ്കാരം അങ്ങ് തലയെ കയറി ഇരുന്ന സമയത്ത് പുള്ളിയെ കൊണ്ട് പറയിപ്പിച്ചാണ്. പുള്ളി എന്താണെന്നും പുള്ളി ഇതുവരെ കൊണ്ടുവന്ന ഇമേജ് മൊത്തം പോയില്ലേ, ഇമേജ് മൊത്തം പോയില്ല. ഇതുപോലെ ഒരു നിമിഷം മതി ഇതെല്ലാം തകരാൻ. ആ ഒരു ചിന്ത എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് അഖിൽ മാരാരോട്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അഖിൽ മാരാരോട് എനിക്ക് പറയാനുള്ളത്. എന്നോടൊപ്പം തന്നെ ഒരു വീഡിയോ കണ്ടു നമ്മുടെ നിർമ്മാതാവ് അജിത് വിനായകമായിട്ട് ദുബായിലോ മറ്റോ നിൽക്കുന്നത്. അദ്ദേഹമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? നമ്മൾ അതിൻ്റെ അടുത്ത സുഹൃത്താണ് അജിത്താണ്. അദ്ദേഹം പിന്നെ ഒരു നല്ല മനുഷ്യനാണ്. അപ്പം കൊട്ടാരക്കരയിൽ നിന്ന് വളരെ താഴ്ന്ന നിലയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പരിശ്രമം കൊണ്ട് വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വളർന്നു വരുന്ന ആളുകൾ അടിച്ചു താക്കുന്ന ഒരു സ്വഭാവം ചില ആൾക്കാർക്കുണ്ട്. അദ്ദേഹത്തിന്റെ ബുദ്ധിയും പരിശ്രമം കൊണ്ട് അദ്ദേഹം കോടീശ്വരനായി, അങ്ങനെ പറയാം, കോടീശ്വരനായി, ബിസിനസ് ഉണ്ട്, സിനിമാ നിർമ്മാതാവായി. അദ്ദേഹം ഇവിടെ വീടിന്റെ കോൺട്രാക്ട് എടുക്കാൻ വേണ്ടി വന്ന വ്യക്തിയാണ്. ആ കോൺട്രാക്ട് ബിസിനസ് തുടങ്ങി, പിന്നെ ഓട്ടോ ഫൈനാൻസിലേക്ക് പോയി. അങ്ങനെ പടിപടിയായിട്ട് ഓരോ ബിസിനസ് ചെയ്ത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കൊണ്ട് അദ്ദേഹം കോടീശ്വരനായി, സിനിമാ നിർമ്മാതാവായി. അദ്ദേഹത്തിന്റെ പിന്നെ ഒരുപാട് സ്ഥാപനങ്ങളായി, ആ സ്ഥാപനങ്ങളിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നു. അങ്ങനെയൊക്കെ വന്ന വ്യക്തികളെ അടിച്ചുതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പല പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് സാധാരണക്കാർ ആൾക്കാരെ സഹായിക്കുന്ന വ്യക്തിയാണ്. കുറച്ചൊക്കെ ആൾക്കാർ പുറത്തറിയുന്നുള്ളൂ. ഒരാള് ഈ കണകമ്പലത്തിന്റെ ആ ഉത്സവത്തിന് ഒരു സ്ത്രീയുടെ 1.5 പവന്റെ മാല കഷ്ടപ്പെട്ടു. ജസ്റ്റ് ഞാൻ വിളിച്ചു പറഞ്ഞോളൂ. അന്നേരം തന്നെ അദ്ദേഹം അന്നേരം തന്നെ കരയുടെ സൗകര്യം കൊണ്ട് 1.5 പവന്റെ മാല അദ്ദേഹം വാങ്ങിച്ചു കൊടുത്തു. അതേപോലെ എത്ര കാര്യങ്ങൾ, എത്ര ക്യാൻസർ രോഗികൾ, എത്ര നിർത്തുന്ന ആളുകൾ അദ്ദേഹം രഹസ്യമായിട്ട് അദ്ദേഹം സഹായിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഓണം വന്നാൽ, ഒരു ക്രിസ്മസ് വന്നാൽ എത്ര തൊഴിലാളികളെ, എത്ര പാവത്തങ്ങൾക്ക് അദ്ദേഹം ഒരു വികരം കൊണ്ട് കൊടുത്തിട്ട് അദ്ദേഹം ഓണം ആഘോഷിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ പറ്റി എന്തൊക്കെ ആക്ഷേപങ്ങളാണ് പറഞ്ഞുണ്ടാക്കുന്നത്. ഈ നാട്ടിൽ ആര് ഫിനാൻഷ്യലി തകർന്നാലും ഇദ്ദേഹത്തിന് വിവരം പറഞ്ഞിരിക്കും. നമ്മുടെ നാട്ടില് ബിസിനസ് മേഖല നിൽക്കുന്ന ആരെങ്കിലും ഒന്ന് തകർന്നു കഴിഞ്ഞാൽ അതിന് കാരണക്കാരൻ ഇദ്ദേഹമാണെന്നാ പറഞ്ഞത്. കുറെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാ. അദ്ദേഹത്തെ ഞാൻ ഷാർജയിൽ ഒരു വർക്കിന് പോയിക്കൊണ്ട് പോയത്, ഷാർജയിൽ. അപ്പൊ അങ്ങനെ ഞാൻ ഷാർജയിൽ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അവിടെ ഒരു ലൈവ് ഇട്ടായിരുന്നു. ലൈവ് ഇട്ട സമയത്താണ് ഇദ്ദേഹം എന്നെ ലൈവ് കണ്ടുകൊണ്ട് എന്നെ വിളിച്ചു, എടാ ഷിജു നീ ഇവിടെ ഉണ്ടോ? അവിടെ ഞാൻ ഷാർജ പാടണം, എവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞു, അണ്ണ ഞാൻ ഷാർജയിലുണ്ടോ? നീ ഷാർജയിലുണ്ടോ? ഞാൻ ദുബായിലുണ്ട്. നിന്റെ ലൊക്കേഷൻ മാപ്പ് നോക്കണം, ഞാൻ കാറും ഡ്രൈവർ അയക്കാം, നീ നേരെ ദുബായിലോട്ട് വരാൻ പറഞ്ഞു.
അങ്ങനെ ഒരു റേഞ്ച് റോവർ കാറും ഒരു ഡ്രൈവറും കൊടുത്ത് അദ്ദേഹം എൻ്റെ ലൊക്കേഷൻ മാപ്പിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ വന്നു. അങ്ങനെ ഞാൻ ആ വണ്ടി കയറുന്നു. നേരെ ഉച്ചയ്ക്ക് നീ ഉച്ചയ്ക്ക് ഇവിടുന്ന് കൊണ്ട് വെച്ചിട്ട് പോയാൽ തുടങ്ങി. അങ്ങനെ ആ വണ്ടി കയറി ഞാൻ ദുബായി ചെന്നു. ദുബായി ചെന്നാണ് എൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ പോയി വിഭവസമൃദ്ധമായ ഫുഡ്, ലോകത്തുള്ള എല്ലാ ഫുഡും അവിടെ ഉണ്ട്. ഇദ്ദേഹം കഴിക്കുന്ന കഞ്ഞിയും പയറുമാണ്. പുള്ളിക്ക് കഞ്ഞിയും പയറും മതി. എനിക്കവിടെ ലോകത്ത് എല്ലാ സാധനമുണ്ട്, മട്ടനും ചിക്കനും ബീഫും. അതിന്റെ ലോകത്ത് എന്തൊക്കെ ഫുഡുണ്ടോ അതെല്ലാം അവിടെ ഭയങ്കര ടേബിളാണ്. ആ ടേബിളാണ് നിരത്തി വെച്ചിരിക്കുക. ഞാൻ ജസ്റ്റ് ലൈവ് ഇട്ട് അതിനുശേഷം സന്തോഷമായിട്ട് ദുബായിലൊക്കെ ഒന്ന് കറക്കിയിട്ട് അവനെ കൊണ്ടാക്കിയാമെന്ന് പറഞ്ഞ് എല്ലാ ഏർപ്പാട് ചെയ്ത് എന്നെ അതിലെ തിരിച്ച് കൊണ്ടാക്കി. ഞാൻ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ആൾക്കാർ എന്തൊക്കെ ആശയങ്ങൾ പറഞ്ഞുണ്ടാക്കി. എന്നെ ദുബായി കൊണ്ടുപോയ ദേഹമാണ്. ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്ന ബൊലേറോ കാർ അന്ന് ഞാൻ പോകുന്നതിന് മുമ്പേ ബുക്ക് ചെയ്തിട്ട് പോയതാ. തിരിച്ചു വരുമ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ട് പോയതാ. ഞാൻ തിരിച്ചു വന്ന് പിറ്റേ ദിവസം തന്നെ പോയി പിന്നെ വണ്ടി സ്റ്റോറിൽ നിന്ന് എടുത്തോണ്ട് വന്നു. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം പറയാ ഇത് ദുബായി ഉണ്ണിയണ്ണം കൊണ്ടുപോയി അജിത് വിനായക കൊണ്ടുപോയി ഷിജുവിന് ബൊലേറോ വാങ്ങിച്ചു കൊടുത്തു. ഇതൊക്കെയാണ് നമ്മൾ നാട്ടിൽ പറഞ്ഞുണ്ടാക്കുന്നത്. ഇപ്പൊ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാലേ, ഇപ്പൊ അഖിൽമാരാത് ബിഗ് ബോസിലൂടെയാണല്ലോ കൂടുതലായിട്ട് ഇതായിട്ട് വരുന്നത്. ഇപ്പൊ ഷിജുചേട്ടന് ബിഗ് ബോസിൽ വിളിച്ചാൽ പോവോ, ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളെന്തിനാ കള്ളം പറയുന്നത്? കാര്യം ബിഗ് ബോസ് എന്ന് പറഞ്ഞത് ഒരാളെ 3 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 1-2 മാസം കൊണ്ട് ഒരാളെ വലിയൊരു താരപരിവേഷത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ളൊരു ഷോയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ഷോയാണ്. ആ ഷോയിൽ പോകാൻ ആർക്കാണ് താല്പര്യമില്ലാത്തത്? എല്ലാവർക്കും താല്പര്യമുണ്ട്. ഇല്ലാന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്. ഇവിടെ പല വേലയും കാണിക്കുന്നതിനകത്ത് കയറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മള് കള്ളം പറഞ്ഞ പരിപാടിയില്ല. ഞാൻ ഇനിയൊരു സത്യോടെ പറഞ്ഞുതരാം. ഈ 2000 സീസൺ 6 ഈ ബിഗ് ബോസിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് വ്യക്തി ഞാൻ ആണോ. സൂം മീറ്റിംഗിൽ എന്നെ ബിഗ് ബോസ് വിളിച്ചായിരുന്നു. അന്ന് എനിക്കിനകത്ത് എങ്ങനെയാലും ഈ ഷോയിൽ എനിക്ക് കാരണം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെന്താണ് ഇന്റർവ്യൂ ചോദിക്കുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു കുറെ നന്മകളും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇവര് ഇന്നാക്കത്തുള്ളൂ, തരകിടാന്ന് തോന്നിക്കഴിഞ്ഞാല് ഇവര് കേട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ ചാരിറ്റിയുടെ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ 4 പേര് ചേർന്ന ഇന്റർവ്യൂ സൂം മീറ്റിംഗിലായിരുന്നു. അപ്പൊ ഇത് യഥാർത്ഥ ഈ ചാരിറ്റി ഇതൊക്കെ ഇവർ രണ്ടുപേരും ഡിഫറൻറ്റ്. ഒരിക്കലും അതിനകത്ത് അവര് അനുവദിക്കുന്ന കാര്യമില്ല. എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞു, ഓക്കെ ഷിജു താങ്കളെ വിളിക്കാം, താങ്കളുടെ ഈ ഇന്റർവ്യൂ മൊത്തം ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, താങ്കളെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഔട്ടായപ്പോഴാണ് ഇന്റർവ്യൂ വിളിച്ചതാണ്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ്, സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹം നമ്മൾ അടുത്ത പ്രാവശ്യം വിളിച്ച് ഉറപ്പായിട്ട് പോകും. നിർമ്മാതാക്കളുമായിട്ട് ബന്ധമുണ്ടല്ലോ, അപ്പൊ സിനിമയിലും ഉണ്ടാവും. അതെ, ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ട് ഇറങ്ങിയിട്ടില്ല. ആണോ? എന്റെ കല്യാണം ഒരു മഹാസംഭവം സിനിമയുടെ പേര്. നമ്മള് താഹ സാറാണ് ഡയറക്ട് ചെയ്യുന്നത്. നമ്മള് ഈ പറക്കുന്ന കളികളെ സംവിധായകൻ അദ്ദേഹമാണ് ഡയറക്ടർ ചെയ്യുന്നത്. പടം ഷൂട്ടെല്ലാം കഴിഞ്ഞു. ഫൈനൽ എഡിറ്റിംഗിലാണ്, പടം ഡബിങ്ങിലാണ്. നമ്മള് പിന്നെ പടം നിർമ്മിച്ചിരിക്കുന്നത് ബിനോയ് കൊല്ലം എന്ന് പറയുന്ന മേക്കപ്പ് മാൻ ആണ്. അദ്ദേഹം മികച്ച മേക്കപ്പ് മാൻ അവാർഡ് കിട്ടിയ ആളാണ്. കൊല്ലം സ്വദേശിയാണ്. പുള്ളിക്കാരാണ് പടം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡബിങ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് പടം. അത് നല്ല വേഷം ചെയ്തിട്ടുണ്ട്. നായകന്റെ അളിയനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്റെ ഫാമിലിയാണ് നായകൻ വിവാഹം കഴിക്കുന്നത്. സിനിമയിലേക്ക് ചെറിയൊരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. തിയേറ്റർ റിലീസായി കഴിഞ്ഞാല് അറിയാൻ പറ്റും. നമുക്കൊരു പറയാനാണ്. ഇപ്പൊ നീ പറഞ്ഞ ചോദിക്കാനുള്ളതെന്ന് വെച്ചാലേ, ചേട്ടന്റെ ഡ്രസ്സിംഗ് സ്റ്റൈലും ഇതൊക്കെയാണ്. എപ്പോഴും ഗ്ലാസ് വെച്ചിരിക്കുന്ന, ഇത്തരത്തിൽ പൂക്കളം ഷർട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്ന എല്ലാ വീഡിയോകളായാലും അത് എന്തുകൊണ്ടാണ് അങ്ങനെ? അത് നമ്മൾ ആ സിഗ്നേച്ചറായിട്ട് സ്വീകരിച്ചിരിക്കുന്നതാണ്. അത് ഇതിനുള്ള പ്രധാന കാരണം, ഇതിനോട് എനിക്ക് നന്ദി പറയാനുള്ളത്, ഇതിന്റെ ഈ കോസ്റ്റ്യൂമിനോട് എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മളെ നെഗറ്റീവ് അടിക്കുന്ന ആളുകളാണ്. കാര്യം ഞാന് ഒരു ദിവസം എന്റെ കഷ്ടകാലത്തിന്, അന്ന് എനിക്ക് കഷ്ടകാലമായിട്ട് പിന്നെ എനിക്ക് നല്ല കാലമായിട്ട് പിന്നെ തോന്നിയത്, ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു കൂളിംഗ് ക്ലാസ് പോയി. യഥാർത്ഥം മറന്നുപോയതാ ഒരു വാർത്ത ചെയ്യാൻ. കൂളിംഗ് ക്ലാസ് ഇട്ടോണ്ട് ഞങ്ങൾ പോവാ. അപ്പൊ ഒരു ലൈവ് വന്നു. ഞാൻ ലൈവിൽ ഈ കൂളിംഗ് ക്ലാസ് ഊരാൻ മറന്നുപോയി. ഞാനങ്ങ് വാർത്തയൊക്കെ ചെയ്തു. അതിന് താഴെ ഉള്ള കമന്റുകൾ, ഇവന് അല്പന ഐശ്വര്യം പെടുത്താൽ അർദ്ധരാത്രിയിൽ കുടപിടിക്കും, പൊട്ടക്കണ്ണനാണോ, അഹങ്കാരമാണോ, ഇവനാര് ഊരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫുള്ള് നെഗറ്റീവ് കമന്റ്. ഞാൻ 10,000 പേര് കാണുന്ന പറഞ്ഞ വീഡിയോ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത് 10 ലക്ഷം എമ്പടി. അപ്പൊ ഞാൻ അന്ന് എനിക്ക് ഈ സോഷ്യൽ മീഡിയയെ കുറിച്ച് വലിയ പരിജ്ഞാനമില്ലായിരുന്നു. ഞാൻ പല ടെക്കുകാരന്മാരെ വിളിച്ചു ചോദിച്ചു. ഞാൻ ഒരു ചെറിയൊരു കണ്ടന്റ് ഇട്ടാണ്. അതിനകത്ത് സംഭവം കുറേ നെഗറ്റീവ് കമന്റ്, ആയിരക്കണക്കിന് നെഗറ്റീവ് കമന്റ് ആണ്. പക്ഷേ സംഭവം വീഡിയോ 10 ലക്ഷം പേര് കണ്ട് കുറച്ച് പൈസ എനിക്ക് വന്ന്. ഇതെന്തോ സംഭവം? എന്നാൽ അവര് പറഞ്ഞത് ഈ നെഗറ്റീവ് കമന്റ് ആണ്
ഈ വീഡിയോ എങ്ങനെ സക്സസ് ആകാൻ കാരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്കൊരു വാശിയായി. എന്റെ കയ്യിൽ കാശ് കൊടുത്ത് ഞാൻ വാങ്ങിച്ച് എന്റെ മുഖത്ത് കൂളിംഗ് ഗ്ലാസ്. ഇത് ആർക്കാണ് കുഴപ്പം? ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ ഇങ്ങനെ ഇവന്മാരുള്ള വാശിക്കാണ് ഞാൻ സ്ഥിരം പിന്നെ എന്റെ എല്ലാ വീഡിയോയിലും ഈ കൂളിംഗ് ഗ്ലാസ് അങ്ങ് വെക്കുകയാണ്. ഞാൻ എല്ലാ വീഡിയോയിലും എവിടെ പോയാലും കൂളിംഗ് ഗ്ലാസ് ആണ് വെച്ച് ഇപ്പം കൂളിംഗ് ഗ്ലാസിനെ കുറിച്ച് ഒരുത്തനും ഒരു കമന്റ് ചെയ്തില്ല. എന്റെ വീഡിയോ എടുത്ത് നോക്കണം, ഒരു കമന്റ് എന്റെ മറ്റുള്ള കുറ്റം മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറ്റമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ കൂളിംഗ് ഗ്ലാസിനെ കുറിച്ച് ഇവന്മാർ ഒരു അക്ഷരം മിണ്ടുന്നില്ല. കാര്യം പറഞ്ഞിട്ടും പ്രയോജനമില്ല. ഇത് ഇൻബിൽറ്റ് എന്നുള്ള സാധനമാണെന്ന് അവർക്ക് മനസ്സിലായി. അതിനെക്കുറിച്ച് ഒരു കമന്റുകൾ ഇപ്പൊ വരാറില്ല. അങ്ങനെ ഈ നെഗറ്റീവ് ഓളികൾ എന്ന് പറയാമോ? നെഗറ്റീവ് ഓളികൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന വാക്കാണ്, ചീത്തയൊന്നുമല്ല. അപ്പൊ നെഗറ്റീവ് ഓളികളാണ് എന്നെ ഈ കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ സ്ഥിരമായിട്ട് മുഖത്ത് വയ്ക്കാൻ പഠിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് ഈ ഷർട്ടുകൾ, പൂക്കള ഷർട്ടുകൾ. ഇത് എവിടെ നിന്ന് മേടിക്കുന്ന ഇത്ര ഡിസൈൻ ചെയ്തിട്ട്? ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാല് നമുക്ക് കൂടുതലും ഗിഫ്റ്റ് കിട്ടുന്നതാണ് ഷർട്ട് ആണല്ലേ. കാര്യം നമ്മുടെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ അവര് നാട്ടിൽ വരുമ്പോഴത്തേക്ക് അവര് യഥാർത്ഥത്തിൽ നമുക്ക് ഗിഫ്റ്റ് തരുന്നത് അതെ അവര് ഗിഫ്റ്റ് തരുന്നത് ഒരു 2-3 പൂക്കള ഷർട്ടും ഒരു റേബന്റെ ഗ്ലാസും. എനിക്ക് മൊത്തം 36 റേബന്റെ ഗ്ലാസ് ഉണ്ട്. ഇതെല്ലാം ഗിഫ്റ്റ് തന്നാണ് ആള്. പിന്നെ വണ്ടിക്കാ തിരിപ്പുണ്ട്, ഞാൻ മാറി ഗിഫ്റ്റ് ചെയ്യുന്നതാണ്. കാര്യം ഷിജു പഠിച്ചാൽ തന്നെയാണ് കൂളിംഗ് ഗ്ലാസും കൂളിംഗ് ഷർട്ടും ആണ് പുള്ളിയുടെ ഒരു ഇത് എന്നുള്ള രീതിയിൽ അവർ ചേട്ടാ ഞാൻ 2 ഷർട്ട് മേടിച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസും മേടിച്ചിട്ടുണ്ട്. അപ്പൊ ശരി എവിടെ ഉണ്ട്? ഇതിൻ്റെ അടുത്തുണ്ട്. വരുന്നു, തരുന്നു, സ്നേഹം പങ്കെടുക്കുന്നു, ഒരു സെൽഫി എടുക്കുന്നു, പോകുന്നു. ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കി തന്നത്. അപ്പൊ ഷിജുചേട്ടാ വളരെയധികം സന്തോഷം. കൊട്ടാരക്കരയുടെ മാത്രം ശബ്ദമല്ല, കേരളത്തിന്റെ മുഴുവൻ ശബ്ദമായി മാറാൻ സാധിക്കട്ടെ, കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഗ്ലാസ് കൂടെ ഒന്ന് ഊരിയെങ്കിൽ പ്രേക്ഷകർ കൂടുതൽ കാണാൻ പറ്റും. താങ്ക് യു. കൊട്ടക്കടൊന്നുമില്ല, കോങ്കണ്ണുമില്ല. ഓക്കെ ചേട്ടാ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.